നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. കനത്ത മൂടൽ മഞ്ഞും മഴയും കാരണം ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതകളായ സത്രം, പുല്ലുമേട്, മുക്കുഴി സന്നിധാനം എന്നീ പാതകൾ വഴി ഇന്ന് അയ്യപ്പ ഭക്തരെ കടത്തിവിടില്ല. സത്രം, പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് പോകാൻ 500ഓളം ഭക്തർ ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ കടത്തിവിടുകയുള്ളൂവെന്ന വനം വകുപ്പ് രാത്രി തന്നെ മുന്നറിയിപ്പ് നൽകി. ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കാനിരിക്കെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അടക്കം വിഭാഗീയത പരസ്യ പോരിലേക്ക് എത്തിയതോടെ CPM-ൽ പ്രതിസന്ധി. CPM-നൊപ്പം ഇനിയില്ലെന്ന് പ്രഖ്യാപിച്ച് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി V. ജോയ് വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർധനവ് വരുന്നു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. കനത്ത മഴ തുടരുന്ന തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ. നിരവധി വീടുകൾ മണ്ണിനടിയിലായി. 7 പേരെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി 30 അംഗ ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തിയിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രം തനിക്ക് ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടയാൾക്കെതിരെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ മുംബൈ പോലീസ് കേസെടുത്തു. സയ്യിദ് ഷൂജ എന്നയാൾക്കെതിരെയാണ് കേസ്. സമ്പൽ സന്ദർശനം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ്ക്ക് ലക്നൌ പോലീസ് നോട്ടീസ് നൽകി. എന്നാൽ സമ്പൽ സന്ദർശിക്കാനാണ് കോൺഗ്രസ് സംഘത്തിന്റെ തീരുമാനം. സമാധാനപരമായി സമ്പൽ സന്ദർശിക്കുമെന്ന് അജയ് റായ് പറഞ്ഞു. അദാനി, സമ്പൽ, മണിപ്പൂർ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധിക്കും. അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിലും ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിലും നോട്ടീസ് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും നിയമനിർവഹണ ഏജൻസികൾക്കെതിരെയും മുദ്രാവാക്യം വിളിക്കരുതെന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം വഹിക്കുന്നവർക്ക് എതിരായ പ്രതിഷേധങ്ങളും ധർണകളും സർവകലാശാലയിൽ അനുവദനീയമല്ലെന്നും ഇതിനെതിരെ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെ ഭരിക്കേണ്ടത് സമാധാനമാണെന്നും അതിനായി പ്രയത്നിക്കണമെന്നും ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ നടന്ന സർവമത സമ്മേളനം ആഹ്വാനം ചെയ്തു. മാനവികതയുടെ ഏകത്വവും സാഹോദര്യവുമാണ് അതിനാവശ്യമെന്നും സമ്മേളനം ഓർമ്മിപ്പിച്ചു. കർദിനാൾ ലസാരു ഹൂങ്സിക് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ മത്സരത്തിനിടെ ഇരു ടീമുകളിലെയും ആരാധകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 100-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയിലെ രണ്ടാമത്തെ വലിയ നഗരമായ എൻസറോക്കോരയിലാണ് സംഭവം. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുന്നു. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.